എല്ലാവർക്കും നമസ്കാരം. ലീഡേഴ്സായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സായിട്ടുള്ള പല ബിസിനസ്സുകളിൽ ലീഡ് ചെയ്യുന്ന ആളുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു 7 മിസ്റ്റേക്കുകൾ. ഇതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ബിസിനസ്സിലും ജീവിതത്തിലും ഒക്കെ ശക്തമായ വളർച്ച കൈവരിക്കാൻ സഹായിക്കും. ഒന്നാമത്തെ കാര്യം, ദേ ഗീവ് ഫീഡ്ബാക്ക് ടു ലേറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ നോട്ട് അറ്റ് ഓൾ. അതായത് ഫീഡ്ബാക്ക് കൊടുക്കാതിരിക്കുകയോ ഫീഡ്ബാക്ക് വളരെ ലേറ്റായോ കൊടുക്കുന്ന അവസ്ഥ ബിസിനസ്സിൽ നല്ലതല്ല, പ്രത്യേകിച്ച് ലീഡേഴ്സിന്. നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ പോരായ്മകളുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനം എത്തുന്നില്ലെങ്കിൽ ആ ഫീഡ്ബാക്കുകൾ എത്രയും വേഗം അറിയിക്കുക, അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുകയും ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ബെറ്ററായി അവരെ മാനേജ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ സാധിക്കുമോ എന്നുള്ളത്. പലപ്പോഴും ഒരു റെസിഗ്നേഷനൊക്കെ വരുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അവർ ആ ഫീഡ്ബാക്ക് ഇല്ലാതെ ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോകുന്ന സമയത്ത് ഫീഡ്ബാക്ക് എടുക്കാൻ നിന്നാൽ അതുകൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നതും ഫീഡ്ബാക്ക് എടുക്കുന്നതുമായ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. 2, ദേ ഓവർലോഡ് ദർ ബെസ്റ്റ് പീപ്പിൾ. പല ഓർഗനൈസേഷനിലും വളരെ കേപ്പബിളായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ വളരെ കേപ്പബിളായിട്ടുള്ള ആളുകൾക്ക് തീരുമ്പോൾ പിന്നെയും എല്ലാ പണിയും അവരിലേക്ക് തന്നെ കൊടുക്കുന്ന അവസ്ഥ വന്നാൽ അവരും ബേൺ ഔട്ട് ആവുന്ന അവസ്ഥ വരും. അതൊരു വലിയ മിസ്റ്റേക്കാണെന്ന് തന്നെ മനസ്സിലാക്കാം. നമ്മൾ അവർക്കൊരു വാല്യൂ കൽപ്പിക്കുന്നതിന് പകരം ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും അതിനൊരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് എല്ലാ ജോലിയും അവരിലേക്ക് കുമിഞ്ഞുകൂടുക എന്നുള്ളത്. ചിലരത് പറയില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉള്ളിൽ ആ ബുദ്ധിമുട്ടുണ്ടാവും. അത് നാളെ വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാനിടയാവും. അതുകൊണ്ട് ഒരുപാട് ഓവർലോഡഡ് അല്ല നമ്മുടെ ബെസ്റ്റ് പീപ്പിൾ എന്നുള്ള ഉറപ്പ് വരുത്തുക. 3, ദേ മൈക്രോ മാനേജ് ഇൻസ്റ്റെഡ് ഓഫ് ട്രസ്റ്റിംഗ്. വിശ്വാസത്തിന് പകരം എല്ലാ കാര്യത്തിലും കയറി മൈക്രോ മാനേജ് ചെയ്യുന്ന അവസ്ഥ. മൈക്രോ മാനേജ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന നല്ല ആളുകളെ ഡീൽ ചെയ്യുന്ന സമയത്ത് അവരിൽ വിശ്വാസമുണ്ട് എന്നുള്ളതും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അവർക്ക് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ ഒരു കൊച്ചു കാര്യങ്ങളിലും കയറി ഇടപെടുമ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ഒരു വിശ്വാസമില്ല നമ്മളോട് എന്ന് തോന്നുന്ന അവസ്ഥ വരെ അതൊരു ഡിസെൻഗേജ്ഡായി മാറുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇടയാവുന്ന ഒരു കാരണമായി മാറും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയണ, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം നല്ലതായിരിക്കില്ല. 4ാമത്തെ കാര്യം, ദേ ഇഗ്നോർ ക്വൈറ്റ് ക്വിറ്റേഴ്സ് അണ്ടിൽ ഇറ്റ് ഈസ് ടു ലേറ്റ്. ഈ ക്വൈറ്റ് ക്വിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എംപ്ലോയീസിനെ സംബന്ധിച്ച് ഒരു റെസിഗ്നേഷനിലേക്കൊക്കെ പോകുന്നേക്കാൾ മുമ്പ് തന്നെ അതിൻ്റെ സൂചനകൾ കാണിച്ചു തുടങ്ങുക. അവർ ഡിസെൻഗേജ്ഡായി നിൽക്കും ജോലിയിൽ നിന്ന്. ആ സൂചനകളെ വിട്ടുകളയുക. അതൊന്നും നോക്കി മൈൻഡ് ചെയ്യാതിരിക്കുന്ന സമയം വരുമ്പോൾ ആ വ്യക്തി നാളെ നമ്മളെ വിട്ടുപോകാൻ കാരണമാവും. അപ്പോൾ നമ്മുടെ തൊഴിലാളികളെ ഇടയ്ക്കൊന്ന് ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുക. ചെക്ക് ഇൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുക, അവരുമായിട്ടൊരു കണക്ടിവിറ്റി നിലനിർത്തി പോവുക. എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ അപാകതകളോ അല്ലെങ്കിൽ അവർ ജോലിയിൽ താല്പര്യം കാണിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കുക, സംസാരിച്ച് കറക്റ്റ് ചെയ്തുകൊണ്ട് അവരെ എൻഗേജ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതൊരു പോരായ്മയായി മാറും. 5ാമത്തെ കാര്യം, ദേ പ്രയോറിറ്റൈസ് റിസൾട്ട്സ് ഓവർ റിലേഷൻഷിപ്പ്. പല സ്ഥാപനങ്ങളിലും റിലേഷൻഷിപ്പിൻ്റെയും കൂടെ പേരിലാണ് പലരും ഒരു എക്സ്ട്രാ മൈൽ എഫേർട്സൊക്കെ എടുക്കുന്നത്. അതിൻ്റെ കൂടെ റിസൾട്ട് വേണമെന്നുള്ളത് ശരിയാണ്, പക്ഷേ എപ്പോഴെങ്കിലും റിസൾട്ടിലൊരു ചെറിയ പോരായ്മ വരുമ്പോൾ ആ റിലേഷൻഷിപ്പിനെ മൊത്തം കളഞ്ഞുകൊണ്ട് അവരിതുവരെ ചെയ്ത നല്ല കാര്യങ്ങളെ ഒന്നും കാണാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ മുന്നോട്ട് നല്ലതായിരിക്കില്ല. അപ്പോൾ എംപ്ലോയീസിന് തോന്നുക, ഞാൻ എന്ത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണോ ഇത് വെച്ച് മാത്രമാണ് എൻ്റെ മാനേജ്മെൻറ്റ് എൻ്റെ മാനേജർ വിലയിരുത്തുന്നതെന്ന് തോന്നും. നമുക്ക് റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ലീഡേഴ്സ് ചെയ്യേണ്ട കാര്യം. 6ാമത്, ദേ റെസിസ്റ്റ് ചേഞ്ച് അണ്ടിൽ ഇറ്റ് ഈസ് ഫോഴ്സ്ഡ്. വേർ ദ ലീഡർ ലുക്സ് ദർ ഗോസ് ദ കമ്പനി എന്നാണ്. നയിക്കുന്ന ആളുകൾ എങ്ങോട്ട് നോക്കുന്നു, സ്ഥാപനം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നയിക്കുന്നവർ ഒരു മാറ്റത്തിനും വിധേയരാകാതിരിക്കുകയും പുതിയ കാലഘട്ടത്തിൻ്റേതായ മാറ്റങ്ങളൊന്നും സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ശൈലിയിലോ കൊണ്ടുവരാതിരിക്കുമ്പോൾ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളും ഔട്ട്ഡേറ്റഡായ രീതികളും മാത്രം വെച്ചുകൊണ്ട് സ്ഥാപനത്തെ മാനേജ് ചെയ്ത് പോകുമ്പോൾ അതൊരു വലിയ മിസ്റ്റേക്കാണെന്ന് തിരിച്ചറിയുക. കൂടെയുള്ള ആളുകൾ ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകുന്ന അവസ്ഥ വരും. ആൻഡ് ഫൈനലി പറയാനുള്ളത്, ദേ ഫെയിൽ ടു ഡെവലപ്പ് ഫ്യൂച്ചർ ലീഡേഴ്സ്. ഒരു സ്ഥാപനത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന പ്രവൃത്തിയിലൊന്നാണ് ഭാവിയിലേക്ക് അത് ലീഡ് ചെയ്യാൻ പറ്റിയ ആളുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളിൽ ടാലൻറ്റ് സ്കൗട്ടിംഗ് എന്ന് പറയും. ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു പ്രക്രിയ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് പിൽക്കാലഘട്ടത്തിൽ ചലഞ്ചായി മാറും. ചിലപ്പോൾ സീനിയർ ലെവലിലുള്ള ലീഡേഴ്സ് വിട്ടുപോകുമ്പോൾ ഓർഗനൈസേഷനിൽ പെട്ടെന്ന് വലിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. ഒരു ബി പ്ലെയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എ കാറ്റഗറി പ്ലെയേഴ്സിനോടൊപ്പം ഡെവലപ്പ് ചെയ്ത് ഒരു ബി ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ലീഡർ കാണിക്കേണ്ട ആവശ്യകത ഇതാണ്. ഇപ്പോൾ ഈ 7 കാര്യങ്ങളും പലപ്പോഴും വിട്ടുപോകുന്ന ബേസിക് കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ മാറ്റങ്ങൾ സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക് യു.